മിക്കവാറും ഒക്കെ സംഭവിച്ചത് അതിന്റെ അനുയായികൾ തന്നെ ജാഹിലിയത്തിനെ പുണർന്നുകൊണ്ട് അങ്ങനെ സ്വയം നശിക്കുകയാണ് ഇസ്ലാമിക ലോകത്തൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ജാഹിലിയത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ടേ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ ദൗത്യം നിർവഹിക്കാൻ കഴിയുള്ളൂ, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ കഴിയുള്ളൂ. അതിന്റെ രീതിയും അതിന്റെ ഊന്നലുകളും ഒക്കെ തീരുമാനിക്കുക ജാഹിലിയത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ്. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 10-25ഓളം പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവർ സമൂഹത്തോട് പ്രബോധനം ചെയ്ത വിഷയങ്ങളും പറയുന്നുണ്ട്. അവർ ചില ഊന്നലുകളും മറ്റും നടത്തിയത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ഒന്ന്, ഇപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു വിഷയമുണ്ട്, എന്നുവെച്ചാൽ സ്വവർഗരതി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ തിന്മ. അതിന് തൊട്ടുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ അവിടെ പ്രബോധനം നടത്തുന്നത്. ആ തിന്മയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എന്നിട്ട് അതിന്റെ തിന്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് വിളിക്കുന്ന പരലോകത്തെ കുറിച്ച് താക്കീത് ചെയ്യുന്ന രീതിയാണ് അവിടെ സ്വീകരിക്കുന്നത്. അതേസമയത്ത് ശുഐബ് നബി അലൈഹി സ്വലാം ശുഐബ് നബി അലൈഹി സ്വലാമയുടെ പ്രബോധനത്തിൽ ഇങ്ങനെ ഒരു ഊന്നൽ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഉള്ളത് എന്താണ്? അളവ് തൂക്കങ്ങൾ കൃത്രിമത്വം കാണിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെ തൊട്ടുകൊണ്ട് അതിന്റെ തിന്മ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് വിളിക്കുന്ന പരലോകത്തെ കുറിച്ച് താക്കീത് ചെയ്യുന്ന രീതിയാണ് അവിടെ കാണുന്നത്. പക്ഷെ അത് ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ പ്രബോധനത്തിലില്ല. ഇനി ഈസാ നബി അലൈഹി സ്വലാമയുടേതോ പൗരോഹിത്യം എന്ന ഒരു മുഖ്യ തിന്മയെ ചൂണ്ടിക്കൊണ്ട് പ്രബോധനം നടത്തുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാമയുടേതോ ഫിർഔൻ എന്ന ഏകാധിപതിയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അവിടെ ഒരു വിമോചന പോരാട്ടത്തിന്റെ മുഖമാണ് പിന്നെ നമുക്ക് കാണുക. അത് പക്ഷേ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ പ്രബോധനത്തിലോ ശുഐബ് നബി അലൈഹി സ്വലാമയുടെ പ്രബോധനത്തിലൊന്നും അതില്ല. അപ്പൊ ഇതൊക്കെ കൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്താ തോന്നുക? ഓരോ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് വേറെ വേറെ ഇസ്ലാമായിരുന്നു. സംഗതി ഒക്കെ ഒരു ഇസ്ലാമാണല്ലോ. പക്ഷെ എന്തുകൊണ്ട് അവരുടെ ഇടപെടലുകളും അവർ തെരഞ്ഞെടുത്ത വിഷയങ്ങളൊക്കെ വേറെ വേറെയായി? കാരണം വളരെ വ്യക്തമാണ്. ഓരോ പ്രവാചകന്മാരും അഭിമുഖീകരിച്ച പ്രബോധിത സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാഹിലിയത്തിന്റെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ പ്രബോധിത സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാഹിലിയത്തിന്റെ സ്വഭാവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രവർത്തനം ആസൂത്രണം ചെയ്യപ്പെടുക. അതാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. ഇസ്ലാം മതപ്രബോധനം ഒന്ന് വേറെയാണ്. അത് ലോകത്തിന്റെ ഏത് സമയത്ത് ഏത് കാലഘട്ടത്തിൽ എവിടെ ആര് നടത്തിയാലും ഒരുപോലെ അത് മതപ്രബോധനമാണ്. പക്ഷെ പ്രവാചകന്മാർ മതപ്രബോധകന്മാരായിരുന്നില്ല. അവർ ഇസ്ലാം മതപ്രബോധകരായിരുന്നില്ല. അവർ ഇസ്ലാം എന്ന ദൈവിക ദർശനത്തെ ജീവിതക്രമത്തെ പ്രബോധനം ചെയ്തതാണ്. അപ്പൊ നിലവിലുള്ള ജാഹിലിയത്ത് നിർവഹിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഫിർഔന്റെ കാലത്ത് വേദം അവതരിപ്പിച്ചപ്പോൾ വേദത്തിൽ ഫിർഔനെ കുറിച്ച് പരാമർശം ഉണ്ടായി. നമ്രൂദിന്റെ കാലത്ത് വേദം അവതരിപ്പിച്ചപ്പോൾ അള്ളാഹു നമ്രൂദിനെ കുറിച്ച് പറഞ്ഞു. ഇന്നാണ് വേദം അവതരിക്കുന്നതെങ്കിൽ ബുഷിനെ കുറിച്ച് പറയാതിരിക്കാൻ, ഒബാമയെ കുറിച്ച് പറയാതിരിക്കാൻ യഥാർത്ഥത്തിൽ വേദത്തിന് കഴിയില്ല. പക്ഷേ മുസ്ലിം സമുദായം ഇന്ന് പ്രതിനിധീകരിക്കുന്ന ഒരു ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച്, മതസങ്കല്പം അനുസരിച്ച് അതൊന്നും എന്തല്ല, വിഷയമല്ല. എന്തുകൊണ്ട്? കാരണം അവർ ഇസ്ലാം മതത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രവാചകന്മാർ പക്ഷേ ഇസ്ലാമിക ദർശനത്തെയാണ് പ്രതിനിധീകരിച്ചത്. അതുകൊണ്ട് നിലവിലുള്ള എല്ലാ ജാഹിലിയത്തും അതിൽ വിഷയമായിട്ട് സ്വാഭാവികമായിട്ടും വരും. ആ അർത്ഥത്തിൽ ഒരു വിശാലമായ തലത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു വലിയ ദൗത്യമാണ്, ശ്രമകരമായ ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുവാൻ ഇപ്പോൾ സമയം ഇല്ലാത്തത് കൊണ്ട്, സമയ പരിമിതി കാരണം തൽക്കാലം ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ തലങ്ങൾ വിശകലനം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ നമ്മളുടെ ദൗത്യം വേണ്ടതുപോലെ നിർവഹിക്കുവാനും പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.